श्रीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने नमो ओमाचार्यपादाय दिताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरे कृष्ण നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 10ാമത്തെ അധ്യായം അവസാനിപ്പിച്ചു അല്ലേ? ഇനി അതിന്റെ സ്റ്റോറി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. 10ാമത്തെ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി. കാശിക്കടുത്തുള്ള പ്രദേശത്ത് ധീരബുദ്ധി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാഭക്തനായിരുന്നു. ഭഗവാനോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിച്ചിട്ട് എപ്പോഴും ഭഗവാന്റെ സേവനത്തില് മുഴുകിയിരുന്നു. അദ്ദേഹം എവിടെ പോയാലും മഹാദേവൻ ശിവൻ ഒരു ഭൃത്യന്റെ രൂപത്തില് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവും. എന്ത് സേവനം ചെയ്യാനും തയ്യാറായിട്ട് മഹാദേവന് ധീരബുദ്ധിയോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ചോദിച്ചു, എന്തിനാണ് അങ്ങ് എപ്പോഴും ഈ ധീരബുദ്ധിയെ പിന്തുടരുന്നത്? എന്തിനാണ്? അപ്പൊ മഹാദേവൻ അവരോട് ധീരബുദ്ധിയെ കുറിച്ചിട്ടുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ധീരബുദ്ധി പൂർവ്വജന്മത്തിലൊരു ഹംസത്തിന്റെ രൂപത്തിലായിരുന്നു. അപ്പം ആ തടാകത്തിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഈ ഹംസം ആ തടാകത്തിലേക്ക് വീണു. പക്ഷെ തടാകത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ ഹംസത്തിന്റെ മൂക്ക് കറുത്തുപോയി. അപ്പൊ ഇത് കണ്ടിട്ട് ഹംസം സാധാരണ നന്നേ വെളുത്തിട്ടാണ് ഇല്ലേ? അപ്പൊ ഹംസത്തിന് മനസ്സിലായില്ലേ ഈ മൂക്കിന് മാത്രം നിറവ്യത്യാസം എന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പൊ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. അപ്പൊ നോക്കിയപ്പോ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നോക്കിയപ്പോ ആ തടാകത്തിൽ 5 താമരപ്പൂക്കള് ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ആ താമരപ്പൂവിൽ നിന്നാണ് ആ പെൺകുട്ടി പുറത്തേക്ക് വന്നത്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ കുറിച്ചുള്ള കഥ ഞാന് പറഞ്ഞു തരാം. അപ്പം ഈ പെൺകുട്ടിയെ ഈ അരയന്നത്തിനെ എടുത്തു. അരയന്നത്തിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഇത് ഭേദമാക്കി തരാം. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ആ കഥ ഞാൻ വിസ്തരിച്ചു തരാമെന്ന് പറഞ്ഞു.
എന്നിട്ട് ആ പെൺകുട്ടി അവളുടെ കഥ പറഞ്ഞു. എന്റെ പേര് സരോജവദന എന്നാണ്. എന്റെ ഭർത്താവുമൊത്ത് ഞാൻ ജീവിക്കുകയായിരുന്നു. ഭർത്താവിന്റെ കാര്യങ്ങൾ നല്ലവണ്ണം നോക്കുമായിരുന്നു. പതിവ്രതയായിരുന്നു ഞാൻ. പക്ഷെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മൈന എന്തോ അതിനെ കടിച്ചിട്ടത് ഇവര് താമസിക്കുന്ന വീടിന്റെ അടുത്ത് താഴെ വീണു. അപ്പം ഈ പെൺകുട്ടി ആ മൈനെ എടുത്തിട്ട് ശുശ്രൂഷിച്ച് എന്റെ മുറിവൊക്കെ ഭേദമാക്കി. പക്ഷെ ഇവളുടെ മനസ്സ് എപ്പോഴും ആ മൈനയുടെ കൂടെയാണ്. എപ്പൊ നോക്കിയാൽ ഈ മൈനയെ ചുറ്റിപ്പറ്റിയാണ് ഈ പെൺകുട്ടി നിൽക്കുക. ഇത് കണ്ടിട്ട് ഭർത്താവിന് ദേഷ്യം വന്നു. അപ്പൊ ഭർത്താവിന്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. അപ്പം ഭർത്താവ് പറഞ്ഞു, നീ എപ്പം നോക്കിയാൽ ഈ മൈനയുടെ പിന്നാലെയാണ്, അതുകൊണ്ട് നീ അടുത്ത ജന്മം ഒരു മൈനയായിട്ട് ജനിക്കട്ടെ എന്ന് ക്രുദ്ധനായിക്കൊണ്ട് ഇവളെ ശപിക്കുകയായി ചെയ്തത്. അങ്ങനെ അടുത്ത ജന്മം ഈ സരോജവദന ഒരു മൈനയായിട്ട് ജനിച്ചു. മൈനയായിട്ട് ജനിച്ചെങ്കിലും ഉള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മൈനയായിരുന്നു. പയസ് ആക്ടിവിറ്റീസ്, പുണ്യപ്രവൃത്തികളൊക്കെ ധാരാളം ചെയ്തിരുന്നു. അത് തന്നെയുമല്ല, ഈ മൈന വസിച്ചിരുന്നത് ഒരു ആശ്രമത്തിന്റെ അടുത്താണ്. അപ്പൊ എപ്പോഴും സാധുക്കളുമായിട്ടുള്ള ഒരു സംഗമം കിട്ടാന് സാധിച്ചു. അപ്പൊ ഈ സാധുക്കള് ഭഗവത്ഗീതയുടെ 10ാം അധ്യായത്തിലെ ശ്ലോകങ്ങള് നിരന്തരം അവര് ഉരുവിടുമായിരുന്നു. അപ്പൊ മൈനയ്ക്ക് ഇത് കേട്ട് ഹൃദയസ്ഥമാക്കാന് സാധിച്ചു. നമുക്കറിയാം, തത്തമ്മയെ പോലെയാണ് മൈനയും, ഇല്ല? നമ്മള് എന്തു പറഞ്ഞാലും, പക്ഷെ മൈനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെ ഇണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ മൈനയും തിരിച്ചിങ്ങോട്ട് പറയും. അപ്പൊ ഈ മൈന അത് കേട്ടത് ഹൃദയസ്ഥമാക്കി അതിങ്ങനെ ഉരുവിട്ട് തുടങ്ങി. ഉരുവിട്ടിട്ട് അത് ഈ മൈന എന്തായിട്ട് മാറി? ഒരു അപ്സരസായിട്ട് മാറി. അപ്സരസായിട്ട് മാറി സ്വർഗലോകത്തിലേക്ക് പോയി. അപ്പം അവിടെ പോയി അവളുടെ കൂട്ടുകാരികളുമായിട്ടൊക്കെ അവിടെ കഴിഞ്ഞെങ്കിലും ഈ ജലക്രിയയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനായിട്ട് താഴേക്ക് വരും. ഈ തടാകത്തില് കുളിക്കുകയും കൂട്ടുകാരികളും മൊത്തം കളിച്ച് രസിക്കാനായിട്ട് എപ്പോഴും താഴേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരിക്കല് സഖികളുമൊത്ത് ജലക്രിയയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസ മുനി അതുവഴി കടന്നുപോയി. അപ്പൊ ദുർവാസ മുനി നോക്കിയപ്പോൾ ഇവര് തടാകത്തില് വസ്ത്രമില്ലാതെ സ്നാനം ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ദുർവാസ മുനിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തത് ശരിയായില്ല. ഇങ്ങനെ തടാകത്തിൽ ഇറങ്ങി വസ്ത്രമില്ലാതെ സ്നാനം ചെയ്യുന്നത് വളരെ അപരാധമാണ്, പാപമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ശപിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പൂവും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് നിങ്ങൾ 5 താമരപ്പൂക്കളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് ഇവരെ ശപിച്ചു. തൽക്ഷണം അവര് താമരപ്പൂക്കളായിട്ട് മാറി. അങ്ങനെ 1,00,000 വർഷം ആ തടാകത്തിൽ അവര് നിലകൊണ്ടു താമരപ്പൂക്കളായിട്ട്. അപ്പൊ അവള് പറഞ്ഞു, ഇന്നാണ് ആ ശാപം മോക്ഷം കിട്ടിയ ദിവസം. ഇന്ന് 1,00,000 വർഷം തികഞ്ഞു. പക്ഷെ എന്റെ പാപം കാരണം, ഞാൻ ചെയ്ത തെറ്റ് കാരണം ഈ തടാകത്തിന്റെ മുകളിൽ കൂടി ഏത് പക്ഷികൾ പറന്നു പോയാലും അവരപ്പം ഈ തടാകത്തിൽ വീണ് അവരുടെ മുഖത്തിന് നിറവ്യത്യാസം വരുന്നു. അതിന് ഞാനാണ് കാരണം. അപ്പം ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലെ ശ്ലോകം നിരന്തരം ഉരുവിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടിട്ട് ആ അരണ്യം എന്ന ഇവളിൽ നിന്നും ഈ ശ്ലോകങ്ങൾ ഉരുവിടാൻ പഠിച്ച് അത് ഉരുവിട്ട് തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഈ ശ്ലോകം ഉരുവിട്ട് കഴിഞ്ഞാല് ഹംസത്തിന്റെ രൂപം മാറി ഒരു ബ്രാഹ്മണനാകും. അങ്ങനെയാണ് ഹംസത്തിന്റെ രൂപത്തിൽ നിന്നും ഈ ബ്രാഹ്മണന്റെ രൂപത്തിലേക്ക് വന്നത്, ധീരബുദ്ധിയായിട്ട് മാറിയത്. അപ്പൊ ധീരബുദ്ധിയെ ബ്രാഹ്മണനായെങ്കിലും മുജ്ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുള്ളത് കൊണ്ട് നിരന്തരം ഈ 10ാം അധ്യായത്തിലെ ശ്ലോകങ്ങള് ഉരുവിടുമായിരുന്നു. അങ്ങനെയാണ് ആ 10ാമത്തെ ശ്ലോകത്തിന്റെ മഹത്വം കൊണ്ടാണ് മഹാദേവൻ പോലും കൃത്യനായിട്ട് ധീരബുദ്ധിയുടെ പിന്നാലെ കൂടിയത്. എവിടെ പോയാലും മഹാദേവൻ പിന്നാലെ പിടികൂടും, എന്താണ് സേവനം ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്കും പ്രതിസന്ധികൾ വരാം, പല ആപത്ഘട്ടങ്ങളും വരും. അപ്പൊ ആപത്ഘട്ടങ്ങളില് ഈ 10ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ നമ്മൾ നിരന്തരം ഉരുവിടുകയാണെങ്കിൽ നമുക്ക് ആ വിഷമസന്ധി, ആ പ്രതിസന്ധി തരണം ചെയ്യാന് നമുക്കും സാധിക്കും. അത് തന്നെയുമല്ല, നമുക്ക് അന്തിമ സമയത്ത് ഭഗവത് ദർശനം കിട്ടുകയും ചെയ്യും. ഇതാണ് 10ാമത്തെ അധ്യായത്തിന്റെ ആ ശ്ലോകങ്ങൾ ഉരുവിട്ടാലുള്ള മഹത്വം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 11ാം അധ്യായത്തിലേക്ക് കടക്കാം. 11ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം എന്നും പറയും.
അപ്പൊ ഈ അധ്യായത്തിലെ ഭഗവാന്റെ ദിവ്യ രൂപത്തെ കുറിച്ചിട്ടാണ് ഇവിടെ. അത് ആ ദിവ്യ രൂപം അർജുനന്റെ മുൻപിൽ തുറന്നു കാട്ടുകയാണ് അർജുനന്റെ അപേക്ഷ പ്രകാരം. കാരണം ഈ 10 അധ്യായങ്ങളിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇല്ലേ. ഒന്നാമത്തെ അധ്യായത്തിലെ സൈന്യ നിരീക്ഷണം, ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്, പിന്നെ അവരുടെ കയ്യിലുള്ള അവരുടെ ഓരോരുത്തരുടെയും മഹത്വങ്ങള് ഒക്കെ നമ്മൾ, ഓരോ ശംഖിന്റെ പേരുകള് അല്ലെ, അതിന്റെ മഹത്വങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി, ആത്മാവിന്റെ പ്രത്യേകതകള്, പിന്നെ കർമ്മയോഗം, ധ്യാനയോഗം, അഷ്ടാംഗയോഗം, അതുപോലെ തന്നെ ഭഗവാൻ ആരാണ്, എന്താണ്, ഭക്തിയുടെ സേവനം ഇല്ലേ, രാജവിദ്യ, രാജഗുഹ്യം, പവിത്രമിതം ഉത്തമ, അതീവ നിഗൂഢമായിട്ടുള്ള രാജയോഗം, ഭക്തിയുടെ സേവനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻസ് മനസ്സിലാക്കി ഇല്ലേ. ഇങ്ങനെ 10 അധ്യായങ്ങളിൽ കൂടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അർജുനൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഭഗവാന്റെ മഹത്വങ്ങൾ കേട്ടത് കൊണ്ടായില്ല, ഭഗവാന്റെ മഹത്വം എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അർജുനൻ ചിന്തിക്കുകയാണ്, എനിക്ക് മനസ്സിലായി, എനിക്ക് വ്യാമോഹമേ ഇല്ല, വ്യാമോഹങ്ങളൊക്കെ തീർന്നു, എനിക്ക് പരിപൂർണമായിട്ടും ബോധ്യമായി അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, പരമസത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ അർജുനൻ ഇവിടെ വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ആരാണ്, എന്താണ് ഭഗവാന്റെ വൈഭവം, ശ്രേഷ്ഠത എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ഭഗവാന്റെ ആ വിശ്വരൂപം, വിരാട് രൂപത്തെ കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. അപ്പം ഭഗവാന് നമുക്കറിയാം, ഭഗവാൻ വ്യക്തിയാണ് ഇല്ലേ. ദ്വിഭുജ രൂപത്തില് ത്രിഭംഗ സുന്ദരനായിട്ട്, ശ്യാമസുന്ദരനായിട്ട് ഗോലോകധാമത്തിലെ ഭഗവാന് വാണരുളുന്നുണ്ട്. അപ്പൊ ഭഗവാന് നമുക്കറിയാം, ഭഗവാന് രൂപമില്ല എന്ന് ഇപ്പോഴും തർക്കിക്കുന്നവരുണ്ട്. ഭഗവാന് രൂപമുണ്ട്, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ എങ്കിലും ഭഗവാൻ അരൂപിയാണ് എന്നാണ് ഇന്ന് പലരും വാദിക്കുന്നത്. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ അവ്യക്തിഗത രൂപത്തിലും വ്യക്തിഗത രൂപത്തിലും ഭഗവാൻ പ്രകടമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇല്ലേ. അത് 7-ാം അധ്യായത്തിലെ 24, 9, 11 നമുക്ക് കാണാൻ സാധിക്കും ഇതേക്കുറിച്ച്. അത് തന്നെയുമല്ല, ഭഗവാന്റെ ആ വ്യക്തിരൂപം, അതായത് ദ്വിഭുജ രൂപത്തില് ശ്യാമസുന്ദരനായിട്ടുള്ള ഓടകുഴൽ പിടിച്ചു നിൽക്കുന്ന, കാലുകൾ പിണച്ചു വെച്ച് നിൽക്കുന്ന രൂപം, അതാണ് ഭഗവാന്റെ യഥാർത്ഥ രൂപമെന്നും ഭഗവാന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം 10-ാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റ് ശ്ലോകത്തില്, അതായത് 42-ല് ഭഗവാൻ പറയുന്നുണ്ട്, അഥവാ ബഹുവിനയിതേനയ്ക്കും ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം ക്ലിസ്നം ഏകാംശേന സ്ഥിതോ ജഗത്. അതായത് അർജുനനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ വിശദമായിട്ട് അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്, എന്താണ് അതുകൊണ്ട് നിനക്ക് പ്രയോജനം? ഒന്ന് മാത്രം നീ മനസ്സിലാക്കിക്കൊള്ളൂ, അതായത് എന്റെ ചെറിയ ഒരു അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ചതിനെ നിലനിർത്തുന്നത് എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അർജുനൻ ആഗ്രഹിച്ചത്. ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അപ്പൊ ഇത്ര മഹത്തായിട്ടുള്ള ഭഗവാനാണെങ്കിൽ അങ്ങനെയുള്ള ഭഗവാന്റെ ശക്തിയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നതെങ്കിൽ ആ മഹത്തായിട്ടുള്ള ശക്തി എന്തെന്ന് എനിക്ക് കാണണം. എനിക്ക് മാത്രമല്ല, ഇനി വരും തലമുറയ്ക്കും. കാരണം അർജുനൻ അറിയാം, ഇനി വരാൻ പോകുന്ന തലമുറകള് മിക്കവരും നിരീശ്വരവാദികളായിരിക്കും, അവർക്ക് ഭഗവാനിലെ വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കി എടുക്കാൻ തക്ക ശക്തി, ബുദ്ധിവിശേഷം ഉണ്ടാവുകയും ഇല്ല എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് അർജുനൻ ഭഗവാനോട് ഭഗവാന്റെ ആ ശക്തിമത്തായിട്ടുള്ള രൂപം കാണണമെന്ന് അപേക്ഷിക്കുന്നത്. അപ്പം ആ അതിബൃഹത്തായിട്ടുള്ള ഓൾ പെർവൈഡിങ് ഫോം, അതാണ് കാണണമെന്ന് അർജുനന് ആഗ്രഹിച്ചത്. അർജുനന്റെ ജിജ്ഞാസ അതായിരുന്നു, ഭഗവാന്റെ ആ ബൃഹത്തായിട്ടുള്ള രൂപം, കാരണമായിട്ടുള്ള രൂപം, സർവവ്യാപിയായിട്ടുള്ള രൂപം കാണാനാണ് അർജുനന് ആഗ്രഹിച്ചത്. അപ്പൊ ആ രൂപത്തെയാണ് ഈ അധ്യായത്തില് വർണ്ണിക്കുന്നത്. അർജുനന് ഭഗവാൻ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. അർജുനനെ കൂടാതെ അവിടെ വേറെ ഒരാളത് കാണുന്നുണ്ട്. അത് ആരാത്? സഞ്ജയൻ ഇല്ലേ. വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയന് ദിവ്യ ചക്ഷുസ് കിട്ടി.
അപ്പൊ അങ്ങനെ സഞ്ജയനും ആ രൂപം കാണാനും അതേക്കുറിച്ച് ധൃതരാഷ്ട്രർക്ക് അത് വിവരിച്ചു കൊടുക്കാനും സാധിക്കുന്നുണ്ട് ആ രൂപത്തെക്കുറിച്ച്. അപ്പം ഈ വിശ്വരൂപത്തിൽ കൂടി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടം, എല്ലാത്തിന്റെയും പിന്നിൽ, അതായത് സർവകാരണ കാരണം ഭഗവാനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഭഗവാൻ പറയുക മാത്രമല്ല, എങ്ങനെയാണ് ഭഗവാൻ സർവകാരണമായതെന്ന് ഈ വിശ്വരൂപ ദർശനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ വിശ്വരൂപ ദർശനത്തിൽ കൂടെ നമുക്ക് ഭൂതം, ഭാവി, വർത്തമാനം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൃഷ്ടിയിലെ ഈ ബ്രഹ്മാണ്ടങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ വിശ്വരൂപത്തിൽ കാണാൻ സാധിക്കും. അത് തന്നെയുമല്ല ഉപരിലോകങ്ങളിലുള്ളവരെ കാണാൻ സാധിക്കും. അത് തന്നെയുമല്ല അർജുനൻ ഇത് കണ്ടു നിൽക്കുന്ന അർജുനനെ പോലും അതില് കാണാന് സാധിക്കും. അത് തന്നെയുമല്ല കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോരാളികളെയും എന്ന് വേണ്ട എല്ലാത്തിനെയും ഈ വിശ്വരൂപത്തിൽ, ഈ സൃഷ്ടിയില് എന്തെല്ലാം ഉണ്ടോ അതാണ് ചുരുക്കി പറഞ്ഞത്, എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ഈ വിശ്വരൂപത്തിൽ കൂടി കാണാന് സാധിക്കും. ഇതിനു മുമ്പ് ഭഗവാൻ 2 തവണ വിശ്വരൂപം കാണിച്ചിട്ടുണ്ട് ഇല്ലേ? എവിടൊക്കെയാണ്? ഒന്ന് യശോദാമ്മയുടെ മുൻപിൽ, അതായത് ബലരാമന് കൂട്ടുകാരും യശോദാമ്മയോട് പരാതി പറയും ഇല്ലേ, കണ്ണനെ മണ്ണ് വാരി തിന്നു എന്ന്. അപ്പം കണ്ണൻ അമ്മയോട് തർക്കിക്കും, ഇല്ല ചേട്ടനും കൂട്ടുകാരും വെറുതെ പറയുകയാണ്, അവരെന്നോട് വഴക്കിട്ടിരിക്കുകയാണ്, ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല. പക്ഷെ യശോദാമ്മ വിശ്വസിക്കില്ല, കാരണം ബലരാമന് അത്ര വിശ്വാസമാണ്. കണ്ണന് വിശ്വാസമില്ല, പക്ഷെ ബലരാമൻ എന്ത് പറഞ്ഞാലും യശോദാമ്മ അത് വിശ്വസിക്കും. അപ്പൊ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞല്ലോ നീ മണ്ണ് തിന്നെന്ന്, അപ്പൊ നീ എന്നോട് കള്ളം പറയുകയാണ് എന്നും പറഞ്ഞിട്ട് നീ വായ തുറന്ന് കാണിക്കും, ഞാൻ നോക്കട്ടെ നിന്റെ വായിൽ മണ്ണുണ്ടോ എന്ന് പറഞ്ഞ് വായ തുറക്കൂ പറഞ്ഞിട്ട് ഭഗവാൻ വായ തുറന്ന് കാണിക്കും. അപ്പൊ യശോദമ്മ കണ്ണന്റെ വായിൽ കൂടി പറഞ്ഞ പോലെ ആ വിശ്വരൂപം മുഴുവൻ കാണുകയാണ്. ഗോകുലത്തെയും തന്നെയും തന്റെ മുൻപിൽ വായ തുറന്ന് നിൽക്കുന്ന ഉണ്ണിയെയും എല്ലാം യശോദാമ്മ ദർശിക്കുന്നുണ്ട് ഒരു നിമിഷം. പക്ഷെ യശോദാമ്മ അപ്പൊ അവിടെ സംഭ്രമിക്കും, ഇതാരാണ് തന്റെ മകൻ എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ വരുമ്പോൾ യോഗമായ പെട്ടെന്ന് രൂപത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഭഗവാൻ വേറൊരിടത്തും, അതായത് കൗരവ സദസ്സിലെ ദൂത് പോയ സമയത്ത്, അതായത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒത്തുതീർപ്പിലെത്താൻ വേണ്ടിയിട്ട് കൃഷ്ണന് കൗരവ സഭയിലെ ദൂത് പോയി. ആ സമയത്ത് ദുര്യോധനാദികൾ ഭഗവാനെ അധിക്ഷേപിച്ചു. അപ്പം ഭഗവാൻ ഒരു സൂചന കൊടുത്തു, ഞാൻ സാധാരണക്കാരനല്ല, ഞാനുണ്ട് പാണ്ഡവ പക്ഷത്ത്, അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും നാശം ഉണ്ടാവില്ല എന്ന് ദുര്യോധനാദികളെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെയും ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. പക്ഷെ അവർക്കെന്തോ മനസ്സിലാകുന്നു, അവര് അത്യാഗ്രഹം ഒഴുത്ത് അവരുടെ കണ്ണുകൾ അന്ധമായിരിക്കുകയാണ്. അന്ധമായ കണ്ണുകൾ കൊണ്ട് അവർക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഭഗവാന്റെ മഹത്വം? അതൊന്നും അവിടെ വിലപ്പോയില്ല. അപ്പം ഇത് നമ്മളൊരു സിനിമ കാണുന്ന മാതിരിയാണ് ഈ വിശ്വരൂപത്തിലെ ഓരോ ദൃശ്യങ്ങളും മിന്നിമറയുന്നത്. പക്ഷെ ഭഗവാന്റെ വിശ്വരൂപം കാണണമെങ്കിൽ ഇവിടെ അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സാധാരണ കണ്ണുകൾ കൊണ്ട്. അർജുനന് മനസ്സിലായി ഭഗവാന്റെ മഹത്വം. അപ്പൊ അർജുനൻ അറിയാം സാധാരണ കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ സാധിക്കില്ല, ഭൗതികമായ കണ്ണുകൾ കൊണ്ട് ഇതിനെ കാണാൻ സാധിക്കില്ല എന്ന് അർജുനൻ മനസ്സിലായി. അപ്പൊ അർജുനൻ ഭഗവാനോട് ദിവ്യ ചക്ഷുസ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ ദിവ്യ ചക്ഷുസ് കൊണ്ടാണ് ഭഗവാൻ ഈ രൂപം കാണുന്നത്. അതായത് നമ്മൾ 3D കണ്ണട ഉപയോഗിച്ചിട്ട് സിനിമ കാണുന്ന മാതിരി ഉള്ള ഫീലിംഗ് ആണ് ഈ വിശ്വരൂപത്തിൽ കൂടി അർജുനന് അനുഭവപ്പെടുന്നത്. പക്ഷെ ഈ വിശ്വരൂപം കണ്ടപ്പോൾ അർജുനന് ഭയന്നുപോയി. അർജുനൻ വണ്ടറടിച്ച് നിൽക്കുകയാണ്, ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, ഇതൊക്കെയാണോ ഭഗവാനിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് അർജുനനാകെ അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ അർജുനന് വളരെ സമയം എടുക്കേണ്ടി വന്നു ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഭഗവാന്റെ അളവറ്റ അത്ഭുതങ്ങളായിട്ടുള്ള രൂപങ്ങൾ, അതുപോലെ തന്നെ ആ രൂപങ്ങൾ എങ്ങനെയാണ് അത്യധികമായിട്ടുള്ള തേജസ്സാണ് ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടത്. 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്നാൽ എത്രമാത്രം തേജസ് ഉണ്ടാവും, അത്രയധികം തേജസ്സാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് തന്നെയുമല്ല, തേജസ് ഒക്കെ അവസാനം ഭഗവാന്റെ ശരീരത്തിൽ വിശ്രമിക്കുന്നതായിട്ട് അർജുനന് അനുഭവപ്പെട്ടു. അത് കാണാൻ സാധിച്ചു. ഇതെല്ലാം കണ്ട അർജുനനാകെ അത്ഭുത സ്തബ്ധനായിട്ട്
ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കൂപ്പുകൈകളോടെ അർജുനൻ ഭഗവാന്റെ മുന്നിൽ ഇതേവരെയും തന്റെ കൂട്ടുകാരൻ എന്ന നിലയിലാണ് അർജുനൻ കണക്കാക്കിയത്. ഒരുമിച്ചുണ്ടും ഉറങ്ങിയും കളിയാക്കിയും പരസ്പരം വഴക്കടിച്ചും ഒക്കെ നമ്മളെ കളിക്കൂട്ടുകാരനായിട്ടാണ് ഭഗവാനെ കണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറും മിത്രമല്ല, ഇത് പരമദിവ്യാത്മ പുരുഷനായ പരമസത്യമാണ് എന്ന അർജുനന് ബോധ്യം വന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് അർജുനന് കുറ്റബോധം തോന്നി. ഞാന് ഇത്രയൊരു മഹാത്മാവിനെയാണല്ലോ, സാക്ഷാൽ പരമസത്യത്തെയാണ് ഞാന് ഒരു സാധാരണ മനുഷ്യനായിട്ട് കണക്കാക്കി പെരുമാറിയത് എന്ന് അർജുനന് കുറ്റബോധം തോന്നി. ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ രൂപം കാണണമെങ്കിൽ നമ്മള് സാധാരണ ഭക്തി കൊണ്ട് നമുക്ക് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ സാധിക്കില്ല. അത് തന്നെയുമല്ല, ഭക്തന്മാര് ശുദ്ധ ഭക്തന്മാര് ഒരിക്കലും ഭഗവാന്റെ വിരാട് രൂപത്തെ കാണാൻ ആഗ്രഹിക്കില്ല. അവർക്ക് ആ ശ്യാമസുന്ദരന്റെ രൂപം, അതൊക്കെയാണ് ആ രൂപമാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലെ. ഈ വിരാട് രൂപം കാണാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. അപ്പൊ ശരിയായ പാതയിൽ കൂടി പോകുന്ന ഭക്തന്മാർ ഒരിക്കലും ഈ വിശ്വരൂപത്തെ കാണാൻ ആഗ്രഹിക്കില്ല. അപ്പൊ അർജുനൻ ഇവിടെ ആവശ്യപ്പെട്ടത് ഈ വരും തലമുറയ്ക്ക് നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്കാണ്. കാരണം ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ തക്ക ബുദ്ധിവിശേഷം നമുക്കില്ല എന്ന് അർജുനന് മനസ്സിലായി. കലിയുഗം അങ്ങനെയാണ്. അതുകൊണ്ടാണ് വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അർജുനന്റെ വ്യാമോഹങ്ങളൊക്കെ നീങ്ങിയെങ്കിലും അർജുനന് പരിപൂർണമായിട്ട് ബോധ്യം വന്നുവെങ്കിലും അർജുനൻ ആവശ്യപ്പെടുന്നത് വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഭഗവാനെ 1 പോയിന്റഡ് അറ്റൻഷൻ, അതായത് ഏകാഗ്ര ബുദ്ധിയോടെ ഭഗവാനെ ആരാധിച്ചെങ്കിൽ മാത്രമേ ഈ വിശ്വരൂപത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുള്ളൂ. അതായത് മന്മനാഭവ മദ്ഭക്ത മദ്യാജീമം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. അതായത് നമ്മൾ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ ഭക്തനാകുകയും ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരാകുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാലേ ആ ഒരു ശരിയായിട്ടുള്ള ഒരു ഭക്തിയുടെ തലത്തിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 1. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മ സംജ്ഞിതം യത്തേയോക്തം വചസ്തേന മോഹോ അയം വിഗതോ മമ. ഇവിടെ അർജുനൻ പറയുകയാണ്, പരമരഹസ്യമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങയുടെ ഉപദേശങ്ങളൊക്കെ ഞാനിതെല്ലാം കേട്ടു. അത് കാരണം എന്റെ വ്യാമോഹങ്ങളൊക്കെ നീങ്ങി. എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങ് പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന്. അതുപോലെ തന്നെ കാരണം അങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിന്റെയും ഉറവിടം, സോഴ്സ് അങ്ങ് തന്നെയാണ്. അത് തന്നെയുമല്ല, ഈ സൃഷ്ടിയുടെ ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി 3 പുരുഷാവതാരങ്ങളാണ്. മഹാവിഷ്ണുവാണ് ഇല്ലേ? ആ മഹാവിഷ്ണുവിൽ നിന്നാണ് പുരുഷാവതാരങ്ങൾ വരുന്നത്. ആ മഹാവിഷ്ണുവിന്റെ ഉറവിടം ആരാണ്? അങ്ങ് തന്നെയാണ് എന്ന് എനിക്ക് തീർത്തും മനസ്സിലായി. അതുപോലെ തന്നെയുമല്ല, എല്ലാ അവതാരങ്ങളുടെ ഉറവിടം അങ്ങാണ്. എല്ലാ അവതാരങ്ങളും അങ്ങിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. അപ്പൊ ഇവിടെ അർജുനന്റെ വ്യാമോഹങ്ങളൊക്കെ തീർന്നു. അർജുനന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന്. എല്ലാത്തിന്റെയും സ്രോതസ്സാണ് ഈ നിൽക്കുന്നത്. ഇത് വെറും സാധാരണ മനുഷ്യനല്ല എന്ന് അർജുനന് തീർത്തും ബോധ്യമായി. അപ്പം ഇങ്ങനെയൊരു സുഹൃത്തിനെ, അതായത് പരമസത്യമാണ്, ആ സത്യത്തെയാണ് എനിക്ക് സുഹൃത്തായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അർജുനന് അത്യധികം ആനന്ദത്തില് ആറാടി. പക്ഷെ ഞാനത് മനസ്സിലാക്കിയെങ്കിലും മറ്റുള്ളവര് ഭഗവാനെ അങ്ങനെ കണക്കാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഭഗവാന്റെ ആ ദിവ്യ പ്രഭാവത്തെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിശ്വരൂപം കാണണമെന്ന് അർജുനന് ആവശ്യപ്പെടുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് ഈ വിശ്വരൂപം ദർശിച്ചാല് അർജുനൻ ധീരനാണ്, ഭക്തനാണ്. എന്നിട്ടും ഒരു നിമിഷം അർജുനൻ പതറി, ഭയപ്പെട്ടു. അർജുനൻ പറയുന്നുണ്ട്, മതി, ഈ രൂപത്തെ മാറ്റൂ, എനിക്ക് സാധാരണ രൂപത്തിൽ കണ്ടാൽ മതി എന്ന് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ അർജുനൻ ഭയന്നെങ്കിൽ പിന്നെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും?
അപ്പം ഏതൊരാളും ഭയപ്പെട്ടു പോകുന്നതാണ് ഈ വിശ്വരൂപം അല്ലെങ്കിൽ വിരാട് രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഭഗവാന്റെ രൂപങ്ങളെ ദർശിക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഭഗവാനെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ വീണ്ടും പഴയ പോലെ ആ ദ്വിഭുജ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അത് തന്നെയുമല്ല, അർജുനന് ഭഗവാനിലെ പരിപൂർണ വിശ്വാസമുണ്ട്. നമുക്കിപ്പോഴും ഇല്ല. നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയമാണ്, ഭഗവാനാണോ പരമസത്യം എന്ന്, ഇല്ലേ? പക്ഷെ അർജുനൻ ഇവിടെ ഉറപ്പിച്ചു, ഇത് തന്നെയാണ് പരമസത്യം എന്ന് അർജുനന് ഇവിടെ ഒരു തീർപ്പിലെത്തി. അർജുനന് സംശയങ്ങളൊക്കെ നീങ്ങി. അപ്പം എന്ത് സംഭവിച്ചാലും, അത് നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. സർവകാരണങ്ങൾക്കും കാരണം ഈ നിൽക്കുന്ന ആ പരമസത്യമാണ് എന്ന്, അതുപോലെ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന സുഹൃദം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തിമിച്ഛതി, ആ വെൽവിഷർ, ആ സുഹൃത്തും ഈ നിൽക്കുന്ന പരമസത്യമാണ് എന്ന് അർജുനന് തീർത്തും ബോധ്യമായി. ഭവാപ്യേഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമഭിചാവ്യേയം. ഇവിടെ ഭഗവാനെ അർജുനൻ സംബോധന ചെയ്യുന്നത് കമലാക്ഷ എന്നാണ്. അതായത് ഭഗവാന്റെ കണ്ണുകള് താമരപ്പൂക്കൾ പോലെ അതിമനോഹരമായിട്ടുള്ള കണ്ണുകളാണ്. അപ്പം ഇവിടെ കമലാക്ഷ എന്ന് സംബോധന ചെയ്തിട്ട് അർജുനൻ പറയുകയാണ്, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങൾ, അതായത് സൃഷ്ടിയും സംഹാരവും നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അങ്ങയിൽ നിന്നും മനസ്സിലാക്കി. ഇനിയും അതുപോലെ തന്നെ ഭഗവാന്റെ എണ്ണമില്ലാത്ത വൈഭവങ്ങളെ കുറിച്ച് നമ്മൾ 10ാമത്തെ അധ്യായത്തിലെ വിഭൂതി യോഗം, ഭഗവാന്റെ ഐശ്വര്യങ്ങള്, വൈഭവങ്ങളെ കുറിച്ച്, വളരെ കുറച്ച് ഐശ്വര്യങ്ങളെ കുറിച്ചേ ഭഗവാൻ പറയുന്നുള്ളൂ. പക്ഷെ എങ്കിലും അതിനെ കുറിച്ചും ഞാൻ തീർത്തും മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അർജുനൻ അങ്ങേയറ്റം സന്തോഷത്തിലാണ്. കാരണം തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ സുഹൃത്ത് മാത്രമല്ല, അത് പരമാത്മ ആണ്, പരമസത്യമാണ് എന്ന് അർജുനൻ തീർത്തും ബോധവാനായി. അതുകൊണ്ട് അർജുനന് വളരെയധികം ആനന്ദത്തിലായി, സന്തോഷത്തിലായി. ആ സന്തോഷം കൊണ്ടാണ് അർജുനനെ ഇവിടെ കമലാക്ഷ എന്ന് സംബോധന ചെയ്തത്. അപ്പം ഇവിടെ എല്ലാത്തിന്റെയും അതായത് സൃഷ്ടിയുടെ ഉറവിട, സൃഷ്ടിയും സംഹാരവും നടക്കുന്നത് ഞാൻ കാരണമാണ്, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എന്ന് ഭഗവാന് അർജുനനെ മനസ്സിലാക്കിക്കുന്നുണ്ട്. ഇത് പലതവണ പല രീതിയിലും ഭഗവാനിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് തീർത്തും ഇവിടെ അർജുനന് ബോധ്യമായി. പക്ഷെ എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെങ്കിലും ഭഗവാൻ അവയിൽ നിന്നും വ്യത്യസ്തനായിട്ട്, ഒന്നിനോട് ബന്ധമില്ലാത്തതായിട്ട്, അതായത് ഒരു ചേറ്റിൽ എങ്ങനെയാണ് താമരപ്പൂ നിൽക്കുന്നത്, ആ ചേറുമായിട്ട് ഒരു ബന്ധവുമില്ല താമരപ്പൂവിന്. ചേറിന് ദുർഗന്ധമാണെങ്കിൽ താമരപ്പൂവിന് സുഗന്ധമാണ്, അല്ലേ? അപ്പൊ ഒരു ബന്ധവും ഇല്ലാതെയാണ് താമരപ്പൂ ആ കുളത്തില് നിൽക്കുന്നത്. അതുപോലെയാണ് ഭഗവാനും. എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെങ്കിലും ഭഗവാൻ ഒന്നിലുമില്ല. ആ ഒരു രീതിയിലാണ്, അത്ര സ്വതന്ത്രനായിട്ടാണ്, എല്ലാത്തിനും അതീതനായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത് എന്നും അർജുനന് മനസ്സിലായി. അപ്പൊ അർജുനൻ ചിന്തിക്കുകയാണ്, ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, എനിക്ക് മനസ്സിലായി, പക്ഷെ വരും തലമുറകൾക്ക് ബോധ്യമാകണമെങ്കിൽ ശരിയല്ല. ഇന്ന് നമ്മൾ ആരോടെങ്കിലും ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കുക എന്താണ് തെളിവ് എന്ന്. ഭഗവാൻ ഉണ്ടതിന് എന്താണ് തെളിവ്? എല്ലാത്തിനും തെളിവ് വേണം ഇന്ന്, ഇല്ലേ? അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, അങ്ങ് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. എന്തിന്? ഇനി വരും തലമുറകൾക്ക് അത് പരിപൂർണമായിട്ട് അങ്ങയുടെ മഹത്വം ബോധ്യപ്പെടണമെങ്കിൽ അവർക്കത് കണ്ടേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് അർജുനനെ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്, ആ വിരാട് രൂപം എനിക്ക് കാണിച്ചു തരണമെന്ന്. അപ്പം ഈ സൃഷ്ടിയുടെ ഘടന എന്താണ് എന്ന് ഭഗവാൻ അത് ഇത്രയും നേരം ഈ 10 അധ്യായങ്ങളിൽ കൂടി തിയറി ആയിരുന്നു. പക്ഷെ ഈ അധ്യായത്തിലെ പ്രാക്ടിക്കലാണ്, അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് ഭഗവാൻ അർജുനന്, തന്റെ ഭക്തന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വിരാട് രൂപത്തെ കുറിച്ച് ആരാണോ മനസ്സിലാക്കുന്നത് അവര് ഭഗവാന്റെ ആ ചരണാരവിന്ദങ്ങളിൽ തീർത്തും ശരണാഗതി അടയും. ഭഗവാൻ ആ ആത്മാവിനെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്.
അതായത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ വിധി ശബ്ദതേ. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ 3 ആസ്പെക്റ്റ് ആണ്: ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഈ 3 ആസ്പെക്റ്റിൽ കൂടിയേ ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ വിരാട് രൂപത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാൾക്ക് തിരിച്ചു വരവില്ല എന്ന് ഭഗവാന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ കണ്ടു, 20 മുതൽ 42 വരെയുള്ള ലാസ്റ്റ് ശ്ലോകത്തിലാണ് വിഷ്ടഭ്യാമഹമിഹം ആ വരി വരുന്നത്. 42ാമത്തെ ശ്ലോകത്തില് വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അവിടെയാണ് പറയുന്നത്, എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ സൃഷ്ടിയെ നിലനിർത്തുന്നത്. അത് കേട്ടപ്പോഴാണ് അർജുനൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഇത് രൂപം എനിക്ക് ഭഗവാന്റെ ശക്തി എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും കാണണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം ഇത്രയും ശ്ലോകങ്ങളില് 20 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ ശക്തിയെ കുറിച്ചിട്ട്. അപ്പൊ ഇത് കേട്ടിട്ട് അർജുനന് അത്യധികം ആനന്ദത്തിലാണ്. അപ്പൊ അർജുനന് മനസ്സിലായി, പക്ഷെ ഭഗവാൻ ആരാണ് എന്താണ് എന്ന് അർജുനന് തീർത്തും ബോധ്യമായി. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത്ര വേഗം ഇത് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വിരാട് രൂപം കാണണമെന്ന് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പം ഇവിടെ പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന്റെ കണ്ണുകള് താമര ഇതൾ പോലെയാണ്, ഇല്ലേ? അത് ആ താമരപ്പൂവ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഭംഗി വന്നത്? ഭഗവാന്റെ കണ്ണിന് ഇത്രയധികം മനോഹാരിത, സൗന്ദര്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? തന്റെ ഭക്തന്മാരോടുള്ള അളവറ്റ പ്രേമം. ആ പ്രേമം കൊണ്ട് ആ കണ്ണിന്റെ ഭംഗി, മനോഹാരിത ഒന്നുകൂടി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താമര ഇതൾ പോലെ ഭഗവാന്റെ കണ്ണുകള് ശോഭിക്കുന്നത് എന്ന് ശ്രീല പ്രഭുപാദരെ ഭാവാർത്ഥത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അർജുനൻ പറയുകയാണ്, ഞാൻ പലതവണ അങ്ങയുടെ പല പ്രാവശ്യം ഈ സൃഷ്ടി സംഹാരമൊക്കെ നടക്കുന്നത് അങ്ങയുടെ ശക്തി കൊണ്ടാണ്. അങ്ങയുടെ മഹത്വത്തെ കുറിച്ച് ഞാൻ പലതവണ, അങ്ങ് പരമസത്യമാണ് എന്നൊക്കെ ഞാൻ പലതവണ അങ്ങയിൽ നിന്ന് കേട്ടു. നമ്മൾ ഭഗവത്ഗീതയുടെ പല ഭാഗത്തും നമ്മൾ മനസ്സിലാക്കി, ഭഗവാൻ പരമസത്യമാണ്, ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അർജുനൻ പറയുന്നു, അതെനിക്ക് നേരിട്ട് കാണണം, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അതെനിക്ക് കാണിച്ചു തരണം എന്ന് അർജുനന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. 9ാം അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നചാഹം ശേഷു അവസ്ഥിത. അതായത് അവ്യക്തമായ രൂപത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളും എന്നിലാണ്, എല്ലാ ജീവജാലങ്ങളും എന്നിലാണ്, പക്ഷെ ഞാൻ അവയിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഭഗവാന്റെ വിവിധ ശക്തികളുടെ സങ്കലനം കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്, ഇല്ലേ? അത് തന്നെയല്ല, ഭഗവാന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന വിവിധ ശക്തികളിൽ കൂടിയാണ് ഭഗവാൻ സർവ്വവ്യാപിയായിട്ട് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അർജുനൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ, എനിക്കത് നേരിട്ട് ബോധ്യപ്പെടണം. എനിക്ക് വിശ്വാസമാണ്, പക്ഷെ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ അങ്ങ് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ആ രൂപം എനിക്ക് കാണിച്ചു തരണം എന്നാണ് ഇവിടെ അർജുനന് ആവശ്യപ്പെടുന്നത്. അപ്പൊ അർജുനന് ഭഗവാന്റെ ഐശ്വര്യത്തെ, ഓപ്പുലൻസിനെ കുറിച്ച് ഇനി ഒരു സംശയവുമില്ല. ഭഗവാന്റെ ഓപ്പുലൻസ് അതിമഹത്വമാണ്, ഭഗവാൻ മഹാനാണ് എന്ന് അർജുനന് ബോധ്യമായി. ഏവമേതദ് യഥാതത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഇവിടെ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്, വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ 4 ശ്ലോകങ്ങളിലും കൂടി. ഹേ പരമ പുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ
ഞാൻ അങ്ങയെ എന്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വാവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ആ രൂപം എനിക്ക് കാണണം. ഈ സൃഷ്ടിയിലുടനീളം ഭഗവാൻ പറഞ്ഞല്ലോ, ഭഗവാന്റെ ഒരു ചെറിയ അംശം, ഭഗവാന്റെ ശക്തിയുടെ ഒരു ചെറിയ കണിക മാത്രമാണ് ഈ സൃഷ്ടിയിലുടനീളം, ഈ ബ്രഹ്മാണ്ടത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്നത് എന്ന്. അതെങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം എന്നാണ് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പം ഈ സൃഷ്ടിക്ക് കാരണം ഭഗവാനാണ്, അല്ലേ? ഭഗവാന്റെ പ്രാതിനിധ്യമുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാൻ തന്നെ നമുക്കറിയാം, കാരണോദശായി വിഷ്ണുവായിട്ടും ഗർഭോദശായി വിഷ്ണുവായിട്ടും ക്ഷീരോദശായി വിഷ്ണുവായിട്ടൊക്കെ ഉൾപ്പോകിയത് കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്, അല്ലേ? അപ്പൊ അർജുനൻ സംതൃപ്തനാണ് ഭഗവാന്റെ പ്രസ്താവനകളിൽ. പക്ഷേ വരും കാലങ്ങളിൽ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കണക്കാക്കിയേക്കാവുന്ന ജനങ്ങളില് ഭഗവാൻ സാധാരണ മനുഷ്യനല്ല, ഭഗവാൻ ശക്തിമാനാണ്. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് അവർക്ക് പരിപൂർണമായിട്ട് ബോധ്യം വരണമെങ്കിൽ ഭഗവാന്റെ വിരാട് രൂപം കാണണം. അതേക്കുറിച്ചുള്ള വിവരണം അവർ മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ഭഗവാന്റെ വൈഭവം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുള്ളൂ എന്ന് അർജുനൻ അറിയാം. അതുകൊണ്ടാണ് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഭഗവാനെ പുരുഷോത്തമ എന്നാണ് സംബോധന ചെയ്യുന്നത്. പുരുഷന്മാര് ഉത്തമനായിട്ടുള്ളവൻ. അതുകൊണ്ട് ഭഗവാൻ പുരുഷോത്തമനായതുകൊണ്ട് അർജുനനിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അതായത് പരമാത്മ ചൈതന്യമായിട്ട് ഭഗവാൻ എല്ലാത്തിലും, എല്ലാ ചരാചരങ്ങളിലും ഭഗവാനെ കുടികൊള്ളുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് ഭഗവാന് സാധിക്കുന്നത് എന്ന് അർജുനനെ നേരിട്ട് ബോധ്യപ്പെടണം. അപ്പം മറ്റുള്ളവർക്കും കൂടി വിശ്വാസം, അർജുനൻ വിശ്വസിച്ചു, അതേപോലെ മറ്റുള്ളവരും വിശ്വസിക്കണമെങ്കിൽ അവർക്കും ഈ രൂപത്തെ കുറിച്ച് അവർക്കും അറിവുണ്ടാവണം എന്നാണ് ഇവിടെ അർജുനന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ആൾ ദൈവങ്ങൾ ധാരാളമുണ്ട്, ഇല്ലേ? കൽക്കി വരെ അവതരിച്ചു കഴിഞ്ഞു ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാം, നിങ്ങള് വിശ്വരൂപം കാണിക്കൂ, അല്ലെങ്കിൽ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തു എന്ന് നമുക്ക് അവരോട് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അവര് ഈശ്വരനാണ് എന്ന്. അല്ലാതെ അവര് വായ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്, ഞാൻ കൽക്കിയാണ് എന്ന്. ഇപ്പൊ കൽക്കി അവതാരം ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. കൽക്കിയൊന്ന് അവതരിക്കാൻ ഇനി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾ എന്ന് അവകാശപ്പെടുന്നത് അത് വിഡ്ഢിത്തമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ച് ശരിയായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. മന്യസ്യേതി തച്ചൈക്യം മയാ ദൃഷ്ടമിതി പ്രഭോ യോഗേശ്വര തതോ നേത്വം ദർശയാത്മാനമവ്യേയം. അപ്പം ഇവിടെ അർജുനൻ പറയുകയാണ്, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗീശ്വര, ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ. അപ്പൊ അർജുനന് മനസ്സിലായി ആ വിശ്വരൂപം കാണാനുള്ള ശക്തി എനിക്കില്ല എന്ന്. അപ്പൊ ഭഗവാനോട് പറയുകയാണ്, എനിക്കതിനുള്ള കരുത്തുണ്ടെന്ന് അങ്ങേക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം എനിക്ക് ആ രൂപം കാണിച്ചു തന്നാ മതി. ഇവിടെ ഭഗവാനെ അർജുനൻ സംബോധന ചെയ്യുന്നത് യോഗേശ്വര എന്നാണ്. യോഗേശ്വര എന്നുള്ള പദം നമുക്ക് പലയിടത്തും നമുക്ക് കാണാം. എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര 18ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പം യോഗികളിൽ വെച്ചിട്ടും ഈശ്വരനാണ് ആര്? യോഗേശ്വരനായ കൃഷ്ണൻ. അപ്പം ആ അളവറ്റ അതിരില്ലാത്ത വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാനോ കാണാനോ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ഭൗതികമായിട്ട് ഇന്ദ്രിയങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറം കാണാനോ കേൾക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ ഒരിക്കലും നമുക്ക് ഭഗവാനെ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് ആർക്ക് കാണാൻ സാധിക്കും? പരിശുദ്ധ ഭക്തന്മാർക്ക്. അവര് തുടക്കം മുതലേ അവര് ഭക്തിപൂർവ്വം ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഭഗവാന്റെ രൂപം കാണാന് സാധിക്കും. കാരണം ഓരോ ജീവനും, നമ്മളൊക്കെ ഒരു ആത്മീയ കണികകളാണ് നമ്മൾ. അതുകൊണ്ട് ആ കണികൾക്ക് ഇപ്പൊ തീപ്പൊരിയാണ്, ഇപ്പൊ തീയും തീപ്പൊരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ വെറും തീപ്പൊരികളാണ്. അങ്ങനെയുള്ള തീപ്പൊരികൾക്ക് തീയുടെ ശക്തി മനസ്സിലാക്കാന് സാധിക്കില്ല. അതുപോലെ നമുക്ക് ഭഗവാന്റെ ശക്തി മനസ്സിലാക്കാന് നമുക്ക് സാധിക്കില്ല. ഭഗവാൻ അചിന്ത്യനാണ്, അപരിമേയനാണ് ഭഗവാൻ.
നമുക്കും പരിമിതികളുണ്ട്. ഇല്ല, നമ്മൾ ജീവാത്മാക്കളാണ്, നമുക്ക് പരിമിതികളുണ്ട്. അപ്പം ഭഗവാന് പരിമിതികളില്ല. വിലമതിക്കാനാവാത്തതാണ് ഭഗവാന്റെ മഹത്വം എന്ന് അർജുനൻ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ അപരിമേയനായിട്ടുള്ള അപ്രമേയനെ മനസ്സിലാക്കാൻ ഒരു ജീവാത്മാവിന് സാധിക്കില്ല എന്ന് അർജുനൻ അറിയാം. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്, ആ വിരാട് രൂപം എനിക്ക് കാണിച്ചു തരണം എന്ന്. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കുകയുള്ളൂ. ഇപ്പൊ അർജുനന് ഭഗവാന്റെ കൃപ വേണ്ടുവോളം കിട്ടി. കാരണം അർജുനൻ ഭഗവാന്റെ മിത്രമാണ്, അത് തന്നെയുമല്ല പരമഭക്തനാണ്. അതുകൊണ്ട് ഭഗവാന്റെ കൃപ ധാരാളമുണ്ട് അർജുനന്. അതുകൊണ്ട് ഇവിടെ അർജുനൻ ആജ്ഞാപിക്കുകയല്ല. ഇത്രയും നേരം അർജുനൻ ഭഗവാനോട് ഓരോന്ന് ആജ്ഞാപിച്ചു. പക്ഷെ ഇപ്പം ഭഗവാന്റെ വൈഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അർജുനൻ ഇവിടെ ഊപ്പുകൈകളോട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിതരാകുകയാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ഭഗവാന് പ്രത്യക്ഷമാകും. ഭഗവാനെ ഒരിക്കലും ഊഹാപോഹങ്ങളോട് സമീപിക്കാന്, ഭഗവാനെ മനസ്സിലാക്കാനോ ആരും ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പും ഇതില് ഉണ്ട്. നമുക്ക് ഊഹാപോഹങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കില്ലാതെ ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ സേവനം ചെയ്ത് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാന് സാധിക്കുള്ളൂ എന്നിവിടെ ശ്രീല പ്രഭുപാദര് നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 ശ്ലോകങ്ങളിലും അർജുനന് ഭഗവാനോട് ആ രൂപം കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 5ാമത്തെ ശ്ലോകത്തിൽ അതിന് ഭഗവാന് അർജുനന് മറുപടി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഭഗവാനുവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളു. അതീന്ദ്രിയമാണ് ഭഗവാൻ, ഇല്ല അതീന്ദ്രിയ രൂപിയാണ്. പക്ഷെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി അത് പ്രത്യക്ഷീഭവിച്ചു. ആ നിലയ്ക്ക് ഭൗതിക നിയമം അനുസരിച്ചും കാലാധീനവുമായിട്ടുള്ള വിശ്വരൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്നാണ് അർജുനനെ ആഗ്രഹിച്ചത്. ഇവിടെ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വിശ്വരൂപം എന്ന് പറയുന്നത് കാലസ്വരൂപത്തിലാണ് അർജുനന്റെ മുൻപിലെ ഭഗവാന് വിരാട് രൂപം കാണിക്കുന്നത്. കാലം എന്ന് പറയുമ്പോൾ സമയം. ഈ കാലത്ത് സമയത്തിനാണ് വളരെ പ്രാധാന്യം. അതുകൊണ്ട് ആ കാലാധീനമായിട്ടുള്ള വിശ്വരൂപത്തെയാണ് ഇവിടെ അർജുനന്റെ മുൻപിലെ ഭഗവാൻ പ്രകടമാക്കുന്നത്. അതായത് ഈ ഭൗതിക പ്രകൃതി ഉണ്ടാകുന്നതും അത് സംഹരിക്കുന്നതും എങ്ങനെയാണ്, ഭഗവാന്റെ വിശ്വരൂപവും അതേപോലെ തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. ഒരു ഭക്തന് സാധാരണ ഇപ്പൊ നമുക്കൊക്കെ ഭഗവാന്റെ വിശ്വരൂപം അത് കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം അതിലാണ് നമ്മൾക്കൊക്കെ ഇഷ്ടം, അതാണ് നമ്മളെയൊക്കെ ആകർഷിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുനൻ അതിയായിട്ട് ആഗ്രഹിച്ചു ആ രൂപം കാണാനായിട്ട്. കാരണം അർജുനനും ബോധ്യമായി, എങ്കിലും ഇത്രയും ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് ഭഗവാൻ തന്നെ സൂചിപ്പിച്ചു. അപ്പം അർജുനൻ വിശ്വസിക്കും, അതേപോലെ വരും തലമുറകൾ വിശ്വസിക്കില്ല. സാധാരണ ഒരു മനുഷ്യനായിട്ട് മാത്രമേ അവര് ഭഗവാനെ കണക്കാക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപം കാണണമെന്ന് അർജുനന് ആവശ്യപ്പെടുന്നത്. ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമേ ആ രൂപം ദർശിക്കാനും സാധിക്കുകയുള്ളൂ. ഭഗവാൻ അതിന് അർജുനന് പ്രത്യേക കഴിവ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അർജുനൻ ആ രൂപം കാണാന് സാധിച്ചത്. പശ്യാദിത്യാൻ വസ്തുൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂന്യദൃഷ്ട പൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇവിടെ ഭാരത ശ്രേഷ്ഠ എന്ന സംബോധന ചെയ്യുന്നു അർജുനനെ. അതായത് ആദിത്യർ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി മറ്റാർക്കും ഈ രൂപം കാണാനോ ഇതേക്കുറിച്ച് കേൾക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യമാണ് അർജുന നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഈ രൂപത്തിൽ കൂടി അത്യാശ്ചര്യകരമായിട്ടുള്ള പല വസ്തുതകളും നീ കണ്ടുകൊള്ളൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഉറ്റ സുഹൃത്താണ്, അഭിജ്ഞനാണ് അർജുനൻ. എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പരിപൂർണ ബോധ്യമായി. അപ്പം എങ്കിലും അർജുനന് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ശരിയായിട്ടും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് പ്രഭുപാദർ ഇവിടെ പറയുന്നത്. കാരണം അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിശ്വരൂപം കാണണമെന്ന് അർജുനൻ ആഗ്രഹിക്കില്ലായിരുന്നു.
ഭഗവാന്റെ നാനാ രൂപങ്ങളെയും ആവിർഭാവങ്ങളെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ അത്ഭുതമഹങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അർജുനൻ തന്റെ ഭക്തന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇഹൈകസ്തം ജഗൽ കൃഷ്ണം പശ്യാദ്യസചരാചരം മമ ദേഹേ ഗുഢാകേശ യശ്ചാന്യ ദൃഷ്ടുമിച്ഛസി. അപ്പൊ ഇവിടെ വിശ്വരൂപത്തെ വർണ്ണിക്കുന്നത് 3 പേരാണ്. ഒന്ന് ഭഗവാൻ വർണ്ണിക്കുന്നു, അർജുനൻ വർണ്ണിക്കുന്നുണ്ട്, പിന്നെ സഞ്ജയൻ ഇല്ലേ ഭഗവാന്റെ വിശ്വരൂപത്തെ ധൃതരാഷ്ട്രർക്ക് വർണ്ണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നതെന്തും ഈ ശരീരത്തിൽ നിനക്കിപ്പോൾ കാണാന് സാധിക്കും. എല്ലാം നീ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതും കൂടി നിനക്കിപ്പോൾ കാണാന് സാധിക്കും. സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുകയാണ്, ഈ വിശ്വരൂപത്തില് ഒത്തിണങ്ങിയിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരിടത്ത് ഇരുന്നു കൊണ്ട് ഈ ലോകം മുഴുവൻ കാണാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും, ഇല്ലേ? അപ്പം എത്ര കെങ്കേമനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കും ഒരിടത്ത് ഇരുന്നുകൊണ്ട് അവർക്ക് ഇതെല്ലാം ഈ വിശ്വത്തെ മുഴുവൻ കാണാനോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് സാധിക്കില്ല. പക്ഷെ അർജുനനെ പോലെയുള്ള ഒരു ശുദ്ധ ഭക്തന് ഈ സൃഷ്ടിയുടെ വിശ്വപ്രപഞ്ചത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങള്, അത് കഴിഞ്ഞതായിക്കോട്ടെ, ഇപ്പൊ നടക്കുന്നതായിക്കോട്ടെ, നാളെ നടക്കാൻ പോകുന്നതായിക്കോട്ടെ, എല്ലാം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് ഭഗവാൻ അർജുനന് ആ ദിവ്യ ചക്ഷുസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി എല്ലാം മനസ്സിലാക്കി എടുക്കാൻ അർജുനന് സാധിക്കും. അങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ കൊണ്ട് മാത്രമാണ് അർജുനൻ ഈ വിരാട് രൂപം കാണാൻ സാധിച്ചത്. അതുപോലെ ആ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്കിത് പരിപൂർണമായിട്ട് മനസ്സിലാക്കി എടുക്കാനും സാധിക്കുകയുള്ളൂ. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമിതേ ചക്ഷുർ പശ്യമീ യോഗമൈശ്വര്യം. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, നിന്റെ ഈ കണ്ണുകൾ കൊണ്ട്, ഭൗതികമായിട്ടുള്ള കണ്ണുകൾക്ക് ഞാൻ ദൃശ്യനാവില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യ ചക്ഷുസ്, ദിവ്യമായിട്ടുള്ള കണ്ണുകള് ഞാൻ തരാം. അതിൽ കൂടി മാത്രമേ എന്റെ വിഭൂതികൾ, എന്റെ ഒപ്പുലൻസ്, ഐശ്വര്യങ്ങൾ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാനും അത് കണ്ട് മനസ്സിലാക്കി എടുക്കാന് സാധിക്കുള്ളൂ എന്ന് അർജുനനോട് ഭഗവാൻ പറയുകയാണ്. ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും മറ്റു രൂപങ്ങളില് കാണാൻ ഇഷ്ടപ്പെടില്ല. നമുക്കറിയാം, ഗോപികമാര് രാസലീലയ്ക്കിടെ ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ വരുന്നു, ഇല്ലേ? അപ്പൊ രാധാറാണിയുടെ ഉൾപ്പെടെയുള്ള ഗോപികമാര് ആ വനത്തില് ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ വിഷ്ണുവിനെ കണ്ടപ്പോ അവര് ആ വിഷ്ണു നമസ്കാരം എന്ന് പറഞ്ഞ് അവിടെ പോകുകയാണ്. ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടോ എന്നാണ് വിഷ്ണുവിനോട് ചോദിക്കുന്നത്. അവര് ആ ദിഭുജ രൂപത്തിലുള്ള ശ്യാമസുന്ദരനെ മാത്രമേ അവർ ഇഷ്ടപ്പെടുന്നുള്ളൂ, ആ രൂപം മാത്രമേ അവരെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പം ഭക്തന്മാർ അങ്ങനെയാണ്. ശുദ്ധ ഭക്തന്മാർ ഒരിക്കലും ഭഗവാന്റെ മറ്റു രൂപങ്ങൾ കാണാന് ആ രൂപത്തെ അവര് ഇഷ്ടപ്പെടില്ല. അപ്പം ഒരു ഭക്തന് ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ, ഭഗവാന്റെ ഏത് രൂപമായാലും അത് ദർശിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. ഇപ്പൊ ഇവിടെ ആ കൃപ അർജുനനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സുകൊണ്ടല്ല, ആധ്യാത്മികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ടാണ് ഭഗവാന്റെ വിശ്വരൂപം നമ്മൾ ദർശിക്കേണ്ടത്. അപ്പം അർജുനന്റെ മനസ്സിനെ മാറ്റിയില്ല ഭഗവാൻ, ആ കണ്ണുകളെ മാറ്റി. ഭൗതികമായിട്ടുള്ള കണ്ണുകൾ മാറ്റിയിട്ട് ആധ്യാത്മികമായിട്ടുള്ള കണ്ണുകൾ കൊടുത്തു, ആ രൂപത്തെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ വീക്ഷണം, അർജുനന്റെ വീക്ഷണം മാറ്റി, അർജുനന്റെ മനസ്സ് മാറ്റിയില്ല. അപ്പം വിശ്വരൂപം എന്ന് പറയുന്ന അത്ര പ്രധാനപ്പെട്ട ഒരു വസ്തു അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാന ഒരു രൂപമല്ല ഭഗവാന്റേത് എന്ന് നമുക്ക് വരും ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ ഇഷ്ടപ്പെടാത്തത്. അപ്പൊ നമ്മൾ ഭഗവാന് ഭക്തിയിട്ട് സേവനം ചെയ്യുന്നത് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഭഗവാനോടുള്ള പ്രേമം കൊണ്ടാണ്. അപ്പം ഭഗവാന്റെ ഒപ്പുലൻസ്, ഐശ്വര്യങ്ങളിലെല്ലാം നമ്മൾ ആകൃഷ്ടരാകുന്നത്. അപ്പം ഭഗവാന്റെ കൂട്ടുകാരായാലും ഭഗവാന്റെ അച്ഛനമ്മമാരായാലും ഒക്കെ അതെ, ഭഗവാന്റെ ഒപ്പുലൻസിലല്ല, അവരൊക്കെ ഭഗവാനെ സ്നേഹിക്കുകയാണ് ചെയ്തത്.
ഓരോരുത്തരും കൂട്ടുകാരാണെങ്കിലും ഗോപികമാരാണെങ്കിലും യശോദാമ്മയാണെങ്കിലും ഒക്കെ ഭഗവാനെ അവര് ഓരോ ഭാവത്തിൽ ഭഗവാനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല വിഭൂതികൾ, ഭഗവാന്റെ വിഭൂതികൾ കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പം അവര് ഭഗവാൻ തന്റെ മകൻ ഭഗവാൻ പരമസത്യമാണ് എന്ന് പലരും പറഞ്ഞു. നിങ്ങളുടെ മകൻ നാരായണനാണ് എന്ന്. ഇല്ലെങ്കിൽ ഈ ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും അസുരന്മാരെ വധിക്കാൻ സാധിക്കുക, ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്താൻ സാധിക്കുക? അപ്പോഴൊക്കെ യശോദാമ്മയും നന്ദഗോപുരം അവരെ കളിയാക്കുകയാണ് ചെയ്തത്, ഇല്ലേ? ഞങ്ങളുടെ മകൻ നാരായണനാണെങ്കിൽ ഇമാതിരി പ്രവൃത്തികൾ കാണിക്കുമോ? പശുവിന്റെ അകട്ടിൽ ചെന്ന് പാല് കുടിക്കുക, പശുവിനെ അഴിച്ചുവിടുക, മറ്റു ഗോപികമാരുടെ വീടുകളിൽ പോയി വെണ്ണയും പാലും തൈരും ഒക്കെ മോഷ്ടിച്ച് കഴിക്കുക, ഇവനാണോ നാരായണൻ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്നാണ് യശോദാമ്മയും നന്ദഗോപുരം തിരിച്ചു ചോദിക്കുന്നത്. അവരൊരിക്കലും പരമസത്യമായിട്ട് അവർ അംഗീകരിച്ചിട്ടേയില്ല. ഒരു സാധാരണ ഒരു ബാലനെ പോലെയാണ് അവര് കണക്കാക്കിയിരുന്നത്. ഗോപികമാരും അതേ തലത്തിലാണ് കണക്കാക്കിയത്. അവരൊരിക്കലും പരമസത്യമായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കും നിഷ്കളങ്കരാണ് അവർ, അത്രയ്ക്ക് പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് അവർക്ക് ഭഗവാനോട്. അവരുടെ ഹൃദയത്തില് ഭഗവാൻ ഓൾറെഡി ഉണ്ട്, അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവര് ഭഗവാനെ. അപ്പൊ അതുകൊണ്ട് അവര് ഭഗവാന്റെ ആ ശ്രേഷ്ഠത അറിയാൻ അവര് താല്പര്യം കാണിച്ചില്ല, അവർക്കത് ഇഷ്ടമായിരുന്നില്ല. കാരണം അവരൊക്കെ അനേകായിരം ജന്മങ്ങൾ അവര് ഭഗവാനെ ഉപാസിച്ചിട്ടാണ് അവർ ഈ ശുദ്ധഭക്തരുടെ തലത്തില് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ പരിപൂർണമായിട്ട് അവരെല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും മുക്തരാണ് അവര്. നിഷ്കളങ്കനാണ് ഗോപികമാരും ആ വ്രജത്തിലുള്ളവരെല്ലാം തന്നെ. അപ്പൊ ഇവിടെ പ്രഭാതര് പറയുന്നുണ്ട്, അവ്യക്തിഗത ബ്രഹ്മമെന്നും ഭക്തന്മാർ ഭഗവാൻ എന്നും സാധാരണ ജനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ സന്താനമെന്നും കരുതുന്ന പരമപുരുഷനാണ് ഇവിടെ നിലകൊള്ളുന്നത്. അപ്പം അവരുടെ ഈ ജന്മാന്തരങ്ങളുടെ പുണ്യം കൊണ്ട് മാത്രമാണ് ഗോപന്മാർക്കും ഗോപികമാർക്കും ഒക്കെ ആ പരമദിവ്യാത്മ പുരുഷനോടൊപ്പം കളിക്കാനും ലീലകൾ ഏർപ്പെടാനും സഹവസിക്കാനും ഒക്കെ സാധിച്ചത് എന്ന്. അപ്പം അതുകൊണ്ടാണ് ഒരു ഉത്തമ ഭക്തൻ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തത്. അപ്പൊ അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണം, അതിന് ന്യായം കണ്ടെത്തി, ഇല്ലേ? അതോടൊപ്പം മറ്റു വരും തലമുറകൾക്ക്, ഭാവിയിലുള്ളവർക്ക് ഭഗവാന്റെ മഹത്വം ബോധ്യപ്പെടുകയും വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പരമദിവ്യാത്മ പുരുഷനാണെന്ന് ഭഗവാൻ പറഞ്ഞത് ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഭഗവാൻ തന്നെയാണ് പരമസത്യമെന്ന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും കണ്ടു. അഹം സർവസ്യ പ്രഭവമത്ത സർവം പ്രവർത്തതേ ഇതിമത്വ ഭജന്തേ മാ ബുദ്ധാഭാവ സമന്വിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ പരമസത്യമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷം ഭഗവാൻ കൊടുക്കുമെന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പം ഭഗവാൻ പരമദിവ്യാത്മ പുരുഷനാണ് എന്ന് ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ പലയിടത്തും ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അർജുനന് പക്ഷെ ആ ഒരു ഉറപ്പ് വേണം. കാരണം വരും തലമുറകൾക്ക് വേണ്ടി, ഭാവി തലമുറകൾക്ക് വേണ്ടി. കാരണം അർജുനൻ ഒരു പരമ്പരയുടെ ആദ്യ കണ്ണിയാണ്. അതുകൊണ്ട് ഈ പരമ്പരയിൽ കൂടി വരുന്നവർക്ക് ഇത് പരിപൂർണ ബോധ്യമാകണമെങ്കിൽ അർജുനൻ അത് കാണിച്ചു കൊടുക്കണം. ഇത് ശരിയാണ് എന്ന് അർജുനൻ മനസ്സിലാക്കിക്കണം. എങ്കിലേ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. പരമദിവ്യാത്മ പുരുഷനായി കൃഷ്ണനെ അറിയാനും അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സൈദ്ധാന്തികമായി താൻ പരമപുരുഷനാണെന്ന് പറയുക മാത്രമല്ല, ഇവിടെ ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വിശ്വരൂപം ദർശിക്കുന്നതിനായിട്ട് അർജുനന് ആ ദിവ്യ ചക്ഷുസ് ഭഗവാൻ കൊടുത്തു. ഇല്ലെങ്കിൽ അത് ഭഗവാൻ അറിയാം, അർജുനൻ എന്റെ രൂപം കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം അർജുനൻ ശുദ്ധഭക്തനാണ്, ഭഗവാന്റെ പരമഭക്തനാണ്. പക്ഷേ വരും തലമുറകൾക്ക് വേണ്ടി, ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ആവശ്യപ്പെടുന്നത് എന്ന് ഭഗവാന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത ശ്ലോകം മുതല് അടുത്ത ക്ലാസ്സില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, നമ്മുടെ മഹാദേവനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്,
നമ്മള് വൈഷ്ണവരിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം മഹാദേവനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മൾ മഹാദേവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം എല്ലാം മറന്നിട്ട് നമ്മളെ വന്നിട്ട് ആശ്ലേഷിക്കുമെന്നും നമ്മളെ നമസ്കരിക്കുമെന്നും പിന്നെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, ഒരു വൈഷ്ണവനാണ്, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, ഭൗതികമായിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റും, ബട്ട് അങ്ങയുടെ കൺട്രോളിലായതുകൊണ്ട് എനിക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് മാക്സിമം റെക്കമെൻഡ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വടക്കുന്നാഥന്റെ അടുത്ത് ഇന്നലെ പോയിരുന്നു, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ ചാൻഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ മഹാദേവന്റെ ആ ഒരു ഫീലിംഗ് കിട്ടി. പിന്നെ തൃപ്പ കണ്ടു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് ചാൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര എനർജി മഹാദേവന്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വൈഷ്ണവർ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭഗവാന്റെ അസോസിയേറ്റ്സ് ആണല്ലോ. അപ്പം മഹാദേവന്റെ അടുത്ത് പോകുമ്പോൾ ആ രീതിയിൽ കാണണം, ഒരു പരമ വൈഷ്ണവനായിട്ട് കാണണം. അദ്ദേഹത്തിന് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ പോലും അദ്ദേഹം മറന്നിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ വൈഷ്ണവനം യഥാശംഭു എന്നല്ലേ പറയുക, വൈഷ്ണവരിൽ ഉത്തമനാണ് മഹാദേവൻ. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോ ആ രീതിയിൽ കാണണം, ജസ്റ്റ് വഴിപാടിന് വേണ്ടിയാ ഞാൻ കൃഷ്ണനടുത്ത് വന്നു. മഹാദേവനെ ഒരു വൈഷ്ണവനായിട്ട് തന്നെ കാണുന്നു. മഹാദേവൻ ഭക്തർക്ക് അനുകൂലിയാണ്, ഭക്തരെ അനുഗ്രഹിക്കും. വൈഷ്ണവരെ തീർച്ചയായിട്ടും വൈഷ്ണവർക്കും ആ മഹാദേവന്റെ കൃപയുണ്ട്. അത് പറയില്ലേ, മഹാദേവൻ 5 തല കൊണ്ടാണ് രാമ ജപിക്കുന്നത്. ബ്രഹ്മാവ് 4 തല കൊണ്ട് കൃഷ്ണ കൃഷ്ണ ജപിക്കുമ്പം മഹാദേവൻ 5 തലകൾ കൊണ്ട് 5 വായ കൊണ്ടാണ് രാമ ജപിക്കുന്നത് എന്ന് ഒരു ചൊല്ലുണ്ട്. എങ്ങനെ? കാരണം പരമഭക്തനാണ് ഭഗവാന്റെ. ഹരേ കൃഷ്ണ മാതാജി, അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, നമ്മള് മഹാദേവന്റെ അടുത്ത് പോകുമ്പോ രുദ്രഗീതം ചൊല്ലാലോ, ഭാഗവതത്തിന്റെ രുദ്രഗീതം. അതില് നമ്മള് ശിവക്ഷേത്രത്തിൽ പോകുന്നതിന് കുഴപ്പമില്ല, കാരണം ശിവൻ മഹാദേവൻ പറഞ്ഞല്ലോ പരമ വൈഷ്ണവനാണ് മഹാദേവൻ. അതേപോലെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ മാതാജി, വൈഷ്ണവരെ കാണുമ്പോ ഭഗവാൻ ഇനി നേരിട്ട് ചെല്ലുമെന്ന്, മറ്റുള്ള ഭക്തന്മാരെ തപസ് ചെയ്തെങ്കിൽ മാത്രമേ ചെല്ലത്തുള്ളൂ. മറ്റേ ഇത് വൈഷ്ണവരെ കണ്ടാൽ ഭഗവാൻ നേരിട്ട് എഴുന്നേറ്റ് ചെല്ലുമെന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ. അതല്ലേ അനുഗ്രഹമുണ്ട്. നമ്മളുടെ മഹാദേവനെ ആരാധിച്ചില്ലെങ്കിലും മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. സന്തോഷമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. ഭഗവത് കൃപയായിട്ട് ഒരുപാട് ഭഗവാന്റെ ഭക്തന്മാരുടെ ഗ്ലോറിഫിക്കേഷൻ കേൾക്കാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. ഇന്ന് ഭാഗവതത്തില് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഗന്ധർവൻ താഴെ വീണ കഥയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും അറിയാനും സാധിക്കും. ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറയുന്നു. വരിക, മാതാജിയോട് ആദരവപൂർവ്വം ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ